അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കുട്ടികൾക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കർമൂസ കൊണ്ടൊരു പരിപാടിയാണ്. എല്ലാവർക്കും അറിയുന്നതായിരിക്കും. സിമ്പിളായിട്ട് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അതിന് ഞാനൊരു വലിയൊരു കർമൂസ കുറച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെ നമുക്കിതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം. കർമൂസിൻ്റെ ചെന അലർജി ഉള്ളവർ ഇതുപോലെ ചെയ്യരുത്. കയ്യിൽ കവറിട്ടിട്ട് ചെയ്യണേ. ഗ്ലൗസോ എന്തെങ്കിലും ഒരു തുണിയൊക്കെ പിടിച്ചിട്ട് നമ്മളിതുപോലെ തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി എടുക്കാം മുഴുവനായിട്ടും. നമ്മളിതൊക്കെ ചെയ്യുമ്പോൾ ഒരു പാത്രത്തിലേക്ക് ഇതുപോലെ ചെയ്താലുണ്ടല്ലോ നമുക്ക് ക്ലീൻ ചെയ്യാൻ പെട്ടെന്ന് എളുപ്പമായിരിക്കും. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന സബ്സ്ക്രൈബ്, ലൈക്കും ഷെയറൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മുഴുവനായിട്ട് ഞാനതുപോലെ റെഡിയാക്കി എടുത്ത് കഴുകി എടുത്തിട്ടുണ്ട്. നമുക്കൊരു കട്ടിംഗ് ബോർഡിൽ ഇതുപോലെ ചെറിയ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുക. കൈ കൊണ്ട് കട്ട് ചെയ്യുന്നതിനും കുഴപ്പമൊന്നുമില്ല. അത്യാവശ്യം നമുക്ക് നീളമുള്ള കർമൂസ ഉണ്ടല്ലോ, അതാണ് കൂടുതൽ സുഖം. കാരണം എന്ന് വെച്ചാൽ ഇതുപോലെ കട്ട് ചെയ്തെടുക്കാൻ നല്ല സുഖമായിരിക്കും. നമുക്കിത് മുഴുവനായിട്ടും കട്ട് ചെയ്തെടുക്കണം. ഇതുപോലെ ചെറിയ ചെറിയ പീസാക്കിയിട്ട്. ഇപ്പോൾ ഏകദേശം നമ്മൾ ഉപ്പേരിക്ക് കട്ട് ചെയ്യുമ്പോൾ ഉപ്പേരിക്ക് കട്ട് ചെയ്യുമ്പോൾ നമ്മൾ ചെറുതാക്കി നൈസാക്കിയിട്ടല്ല കട്ട് ചെയ്യുക. ഈ ഒരു രീതിയിൽ കട്ട് ചെയ്തെടുക്കാം. നമ്മളിന്ന് ഉണ്ടാക്കുന്നത് എന്താണെന്ന് പറഞ്ഞുതരാം. ഡ്യൂട്ടി ഫ്രൂട്ടീൻ്റെ ആണേ. കണ്ടോ, ഇതുപോലെ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ബാക്കിയുള്ളത് അതുപോലെ കട്ട് ചെയ്തെടുത്തിട്ട് ഇതാ മുഴുവനായിട്ടും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഇത് ഉണക്കി വെച്ചാലും കുറേ നാൾ നിൽക്കുകയല്ല, ഫ്രിഡ്ജിൽ സൂക്ഷിച്ചേക്കണം. നമ്മൾ വട്ടയിൽ വെള്ളം തിളക്കാൻ വെച്ചിട്ടുണ്ട്. അടുപ്പത്താണ് വെച്ചത് കേട്ടോ. നമുക്ക് വെള്ളം തിള വരുമ്പോൾ നമ്മൾ നേരത്തെ മുറിച്ച് വെച്ച കർമൂസിൻ്റെ കഷ്ണങ്ങൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായി തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഒരു 5-6 മിനിറ്റ് കഴിയുമ്പോഴത്തേന് തിളച്ചിട്ടുണ്ട്. നല്ല തീ കത്തിച്ച് കൊടുത്തിട്ട് നമുക്കൊരു എന്താ പറയുക, ഒരു 75% വേവാകുമ്പോൾ എടുക്കാം. അധികം വെന്ത് പോകരുത് കേട്ടോ. ഈ ഒരു രീതിയിൽ ഞാൻ എടുത്തിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം. അധികം നമ്മളിതുപോലെ പിടിക്കുമ്പോൾ ഒരു എന്താ പറയുക, കുറച്ചൊരു ഉറപ്പിൽ നിൽക്കണം. ഇനി നമുക്കതൊക്കെ ഊറ്റിയിട്ടില്ല, വെള്ളമൊക്കെ പോയി കിട്ടണം കേട്ടോ. ഇനി നമുക്ക് പഞ്ചസാര കാരമൽ ഉണ്ടാക്കിയെടുക്കണം. അതിനായിട്ട് വെള്ളം വെച്ചിട്ടുണ്ട്. ഞാനിത് ഒരു വിരലിന് 1 ഇഞ്ച് പാകത്തിന് വെള്ളം ഒഴിച്ച് വെച്ചിട്ട് അത് തിളച്ചതിന് ശേഷം അതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുക. പഞ്ചസാര ഇതിൻ്റെ ആവശ്യമായിട്ട് ഞാൻ എടുത്തതാട്ടോ, കവറിൽ കഴിഞ്ഞു പോയതെല്ലാം. നല്ലോണം തിളച്ചിതായതിന് ശേഷം നമ്മളെന്താ ഒരു ഒട്ടലുണ്ടാവില്ല, ഈ ഒരു രീതി ആകുമ്പോൾ നമ്മളിതുപോലെ ഇട്ട് കൊടുക്കുക. അത് അധികം പഞ്ചസാര മധുരം വേണ്ടാത്തതുകൊണ്ട് ആവശ്യത്തിനുള്ള ഇട്ടുള്ളൂ. ഇതിൽ നല്ല മധുരം വേണമെങ്കിൽ അതിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ. നല്ല ടേസ്റ്റ് കൂടുതലുണ്ടാവും. പഞ്ചസാര അധികം നമുക്ക് ആവശ്യമായതുകൊണ്ട് പഞ്ചസാര അധികം വേണ്ട. പിന്നെ ഒരു 5 മിനിറ്റ് ഞാനിതുപോലെ വെച്ചിട്ടുണ്ട്. അതിന് ശേഷം എന്ത് ചെയ്യും, നല്ലോണം മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഇതുപോലെ ഊറ്റിയെടുക്കുക. ഊറ്റിയെടുത്തതിന് ശേഷം നമുക്ക് ഇതുപോലെ മാറ്റിയെടുക്കണം. എനിക്കൊരു ചെറിയൊരു അബദ്ധം പറ്റിയിട്ടുണ്ട്. ഇത് ഡ്രൈ ആകാൻ കാത്തില്ല. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം, നേരത്തെ ഇട്ട് വെച്ച പോലെ മൂടീൻ്റെ മേലെ ഇട്ട് വെച്ചാൽ കുറച്ചുകൂടി നല്ല വൃത്തിക്ക് നിൽക്കും. പിന്നെ ഒരു കാര്യം പറ്റിയിട്ടുണ്ട്, ഞങ്ങൾക്ക് പറഞ്ഞുതരാം. ഇനി നമ്മൾ ഫുഡ് കളറാട്ടോ, പച്ച ഉണ്ട്, അത് മിക്സ് ചെയ്ത് കൊടുത്തു. നന്നായിട്ട് ഇതുപോലെ യോജിപ്പിച്ച് കൊടുക്കുക. പിന്നെ റെഡ് കളറാട്ടോ, ഞാൻ ആവശ്യാനുസരണം ചേർക്കുന്നത്. നിങ്ങൾക്ക് നല്ല കളർ വേണമെങ്കിൽ നന്നായിട്ട് ചേർക്കുക. കുറച്ച് കളറാവണമെങ്കിൽ അതിനനുസരിച്ചിട്ട്. ഇപ്പോൾ 3 കളറായി. 1 നമ്മൾ കളർ ചേർക്കാതെയും 2 കളർ ചേർത്തിട്ട് കേട്ടോ. ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് റെസ്റ്റ് ചെയ്യാൻ വെക്കുക കേട്ടോ. കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട്. ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി നോക്കുക കേട്ടോ. ഇത് കണ്ടോ, മിക്സ് ചെയ്താൽ കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇനി നമ്മളിത് ഡ്രൈ ആയതിന് ശേഷം കേട്ടോ എല്ലാം കൂടെ മിക്സ് ചെയ്യാവൂ. കാരണം എന്ന് വിചാരിച്ചാൽ പെട്ടെന്ന് ഇതിലെ വെള്ളമൊക്കെ ഊറിയതിന് ശേഷം മിക്സ് ചെയ്താൽ അങ്ങോട്ടും ഇങ്ങോട്ടും കളറ് പിടിക്കില്ല. ഞാൻ പെട്ടെന്ന് തന്നെ ഇതുപോലെ ചെയ്തതുകൊണ്ടും പിന്നെ അത് ഊറ്റിയമ്പാട് തന്നെ ചെയ്തതുകൊണ്ട് എന്തായി
കളർ അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ചു പോയിട്ടുണ്ട്. അന്നപ്പം കുഴപ്പമില്ല, ഇന്ന് എടുക്കുന്ന സാധനമാണെങ്കിൽ പ്രശ്നമില്ല, പിന്നീട് വെക്കാൻ കഴിയില്ല കേട്ടോ. അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിക്കണം. ഇപ്പോൾ കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട്. ഇന്നത്തെ നമ്മൾ ഒരു പരിപാടിയൊക്കെ ചെയ്യുമ്പോൾ ഇന്നൊരു ആവശ്യത്തിന് വേണ്ടിയാണ് ഇതുപോലെ ചെയ്താൽ മതി. അല്ലെങ്കിൽ സാവധാനം ഡ്രൈ ആയതിനു ശേഷം ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്.